അള്ളാഹുവിന്റെ റസൂലിന്റെ പരാതി വിശുദ്ധ ഖുർആനിനെ ഈ ഉമ്മത്ത് അവഗണിച്ചു കളഞ്ഞു എന്ന യാഥാർത്ഥ്യമാണ്. പ്രവാചകന്റെ കൂടെ ഒരു മാർഗം അവർ സ്വീകരിച്ചില്ല എന്നുള്ള ശക്തമായ വിലാപം ആഖിറത്തിൽ മനുഷ്യർ നടത്തുമെന്നും അള്ളാഹു പറയുകയാണ്. അല്ലാഹ് പരമകാരുണികനായതുകൊണ്ട് വരാനിരിക്കുന്ന പരലോകത്ത് നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ ഇഹലോകത്ത് അവന്റെ ഗ്രന്ഥത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നാൽ നാം എന്ത് വേണം? അതിനെ സംബന്ധിച്ച് ഗൗരവമായി ആലോചിക്കേണ്ടതില്ലേ? അവിടെ ഇങ്ങനെ വരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ അത്തരമൊരു അവസ്ഥയെ അപകരിക്കുന്ന സ്വഭാവം നമുക്കിവിടെ ഉണ്ടാകാൻ പാടുണ്ടോ? ഇപ്പൊ ഉദാഹരണം ഖുർആനിലെ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബാണ്. 33-ാം അധ്യായം സൂറത്ത് അഹ്സാബാണ്. അതിൽ 66, 67, 68 വചനങ്ങൾ കണ്ണു തുറപ്പിക്കേണ്ട വചനങ്ങളാണ്. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയെ കുറിച്ചുള്ള പരാതിയല്ല അവിടെ, മറിച്ച് നാം ആത്മീയ നേതാക്കന്മാരായി കണ്ടവർക്കെതിരെ അള്ളാഹുവിന്റെ മുമ്പിൽ നാം പ്രാർത്ഥിക്കുമെന്നാണ് പറയുന്നത്. പടച്ചോനെ, ഞാൻ ഏറെ വിശ്വസിച്ച എന്റെ ഉസ്താദ് എന്നെ വഴിതെറ്റിച്ചു, സാദാത്യങ്ങളും കുബറായിങ്ങളും ഞങ്ങളെ വഴിതെറ്റിച്ചു എന്ന് തന്നെ ഇതേ പദം നാളെ ആഖിറത്തിൽ ഉപയോഗിക്കുമെന്ന് പറയാൻ. ഞങ്ങളെ തങ്ങന്മാരും ബീവിമാരും ഉസ്താദുമാരും പണ്ഡിതന്മാരും സാദാത്യങ്ങളും കുബറായിങ്ങളും ഞങ്ങളെ വഴിതെറ്റിച്ചു കളഞ്ഞു, അവർ ഞങ്ങളെ വഞ്ചിച്ചു ദുനിയാവിലെന്ന് ആഖിറത്തിൽ അവരുടെ അനുയായികൾ പറയുമെന്ന് പറയുമ്പോ അതെത്ര ഭീകരമായ കാര്യമാണ്. ഞാൻ ഈ ടൈറ്റിലിനോട് നീതി പുലർത്തി സംസാരിക്കുകയാണ്. ഒരു ഖുർആനിക വചനം നിങ്ങൾ കേട്ടോ, സൂറത്ത് അഹ്സാബിലെ 66, യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാരി യഖൂലൂന യാ ലൈതനാ അതഅന അല്ലാഹ് വഅതഅന റസൂലാ. അവരുടെ മുഖങ്ങൾ നരകത്തിൽ കീമേൽ മറയുന്ന ദിവസം, മുഖം കുത്തി നരകത്തിൽ നടക്കും എന്ന് അല്ലാഹ് പറയുന്നു. റസൂൽ അത് വിവരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നരകത്തിൽ മുഖം കുത്തി വീണുകൊണ്ട് മനുഷ്യർ പറയുന്ന വിലാപം എന്താണെന്നറിയാമോ? അവര് പറയുന്നത്, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറഞ്ഞാൽ, അള്ളാന്റെ ഖുർആനും പ്രവാചക തിരുമേനിയുടെ ചര്യയും ഞങ്ങൾ അനുസരിച്ചില്ല, പിന്നെ ഞങ്ങൾക്ക് എന്താ പറ്റിയത്? അത് അപാരമായി പറയേണ്ട കാര്യമാണ്. പിന്നെ ഞങ്ങൾക്ക് എന്താ പറ്റിയത്? ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചു? അത് അവര് പറയാണ്. വഖാലു റബ്ബനാ ഇന്നാ അതഅനാ സാദതനാ വകുബ്റാഅനാ ഫളല്ലൂന സബീലാ. ഈ വാചകം ആരെ ബാധിക്കുന്നതാണ്? കേരളത്തിൽ ഈ ഖുർആനിക വചനം ആരെ ബാധിക്കുന്നതാണ്? എന്താ പറയുന്നത്? വഖാലു, അവർ പറയും, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നാ അത്വഅനാ, ഞങ്ങൾ തീർച്ചയായും അനുസരിച്ചു. ആരെ? സാദത്തനാ വകുബ്റാഅനാ, കുബ്റായിങ്ങളെയും സാദാത്യങ്ങളെയും, വയലത്തൂർ സാദാത്യങ്ങളെ, തങ്ങന്മാരെ അല്ലാഹ് പറയാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ്. എന്നിട്ട് അവര് പറയണെന്താണ്? അവരെ ഞങ്ങളെ അനുസരിച്ചു, എന്നിട്ടോ അവർ ഞങ്ങൾ എന്ത് ചെയ്തു? ഫളല്ലൂന സബീലാ, യഥാർത്ഥ വഴിയിൽ നിന്ന് അവർ ഞങ്ങളെ തെറ്റിച്ചു കളഞ്ഞു. ഇതാകുന്നു സിറാത്തുൽ മുസ്തഖീം, അതിൽ നിന്ന് അവർ ഞങ്ങളെ തെറ്റിച്ചു കളഞ്ഞു. എന്നിട്ട് ഈ നാട്ടുകാർ പറയാണ്, ഈ മനുഷ്യന്മാര് പറയാണ്, സാദാത്യങ്ങളെയും കുബ്റായിങ്ങളെയും മുജാഹിദുകൾ വന്നിട്ട് അവരോട് പറഞ്ഞിരുന്നു, എന്ത്? ഖുർആനിലേക്ക് മടങ്ങിക്കോളി, സുന്നത്തിലേക്ക് മടങ്ങിക്കോളിന്ന് മുള്ളമ്പാറ വന്നിട്ട് അവർ പറഞ്ഞിരുന്നു. ഞാൻ പറയുന്നത് ശരിക്കും നിങ്ങൾ ചിന്തിച്ചോ? അള്ളാന്റെ ഗ്രന്ഥത്തിൽ ഒരു വാചകം കൂടെ കേൾപ്പിക്കാം. വൈദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹ് വഇലർ റസൂലി ഖാലൂ ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅനാ അവലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഖ്തദൂൻ. ഇതൊക്കെ അള്ളാന്റെ ഗ്രന്ഥത്തിലെ വചന 5-ാം അധ്യായം സൂറത്ത് മായിദയിലെ 104-ാമത്തെ വചന. ഈ വചനത്തിൽ എന്താ ഉള്ളത്? ഈ വചനത്ത് പറയുന്നത്, വൈദാ ഖീല ലഹും, പറയപ്പെട്ടാൽ, തആലൂ, മുള്ളമ്പാറയിലെ മനുഷ്യരെ,
EK വിഭാഗമേ, AP വിഭാഗമേ, മുസ്ലിങ്ങളെ നിങ്ങൾ വരൂ. എങ്ങോട്ട് വരൂ? ഇലാമാ അൻസലല്ലാഹ് വ ഇലർ റസൂലി, അല്ലാഹുവിലേക്കും റസൂലിലേക്കും വരൂ എന്നവരോട് പറയപ്പെട്ടാൽ അവരെന്തു പറയും? മുള്ളമ്പാറയിലെ ആ പണ്ഡിത പുരോഹിതന്മാരെ തെളിവ് നോക്കാതെ, തൊണ്ട തൊടാതെ അവര് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അതിനെ അന്ധമായി അനുകരിക്കുന്ന, തക്ലീദ് ചെയ്യുന്ന ആ കൗമ എന്താ പറയുന്നത്? കാലൂ മാ വജദ്നാ അലൈഹി ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാനാ. ഞങ്ങൾക്ക് ഇത് മതി, നിങ്ങളെ ഖുർആനും സുന്നത്തും ഒന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. നോക്കൂ, അള്ളയാണ് പറയുന്നത്, മുജാഹിദുകളല്ല. മുജാഹിദ് ബാലുശ്ശേരി അല്ല ഈ പറയുന്നത്, അല്ല പറയാണ്. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലേക്കും റസൂലിന്റെ സുന്നത്തിലേക്കും അവരെ വിളിക്കപ്പെട്ടാൽ അവര് പറയും. ആരാ ഈ പറയുന്നത്? മുജാഹിദുകൾ എന്തായാലും അത് പറയാറില്ല. ഖുർആനിലേക്ക് വരൂ, സുന്നത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭാഗമാണ് മുജാഹിദുകൾ. സംശയമുണ്ടോ ഈ ഇരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും? പിന്നെ അത് ആരാ അങ്ങനെ പറയല്? കാലു ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാനാ. ഞങ്ങളുടെ പിതാക്കന്മാർ ചോദിക്കുന്ന എന്താണ്? ഞങ്ങളുടെ ഉപ്പാപ്പമാർ അവരെ ഹദ്ദാദ് കഴിച്ചവരാണ്, റാത്തീബ് കഴിച്ചവരാണ്, മൗലൂദ് കഴിച്ചവരാണ്, അവര് കബർ കെട്ടി ഉയർത്തിയവരാണ്. അവര് ഹദ്ദാദ്, നിങ്ങൾ ഈ 100 കൊല്ലായിട്ടല്ലുള്ളൂ, ഇതൊക്കെ ഒരു 1000-400 കൊല്ലം മുമ്പേ ഉണ്ടല്ലോ. ഈ ചോദ്യം ചോദിക്കുന്നവരോട് അള്ളാഹ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവരാണ് ശരി എന്നല്ല അള്ളാഹ് പറയുന്നത്, അവര് ശരിയല്ല എന്നാ പറയുന്നത്. അള്ളാഹു ചോദിക്കുന്ന എന്തറിയോ? കാലു മാ വജദ്നാ അലൈഹി ആബാഅനാ അവലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ. അല്ല മോനെ, നിന്റെ ഉപ്പ ഒന്നും അറിയാത്ത ആളാണെങ്കിലും ഹിദായത്ത് ലഭിക്കാത്ത ആളാണെങ്കിലും പിഴച്ച ഉപ്പാന്റെ വഴി മതി എന്നാണോ നീ പറയുന്നത്? അതൊരു വല്ലാത്ത ചോദ്യമല്ലേ? നമ്മളോട് അള്ളാഹ് ചോദിക്കുകയാണ്, എടോ നിന്റെ ഉപ്പ വിവരമില്ലാത്ത ആളാണ്, നിന്റെ ഉപ്പാക്കട്ട് ഹിദായത്തും കിട്ടിയിട്ടില്ല, എന്നിട്ടും നീ പറയേ ആ വലാലത്ത് മതിയെന്ന്? ഖുർആൻ ഇവിടെ ഉണ്ടായിരിക്കെ, സുന്നത്തുണ്ടായിരിക്കെ, അത് രണ്ടിലേക്ക് നിന്നെ ക്ഷണിക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരിക്കെ അവരംഗീകരിക്കാതെ കാലു മാ വജദ്നാ അലൈഹി ആബാഅനാന്നോ, ഞങ്ങളുടെ പിതാക്കന്മാർ എങ്ങനെയാണോ അത് മതി എന്നാണോ പറയുന്നത് എന്ന് അള്ളയാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹ് അവതരിപ്പിച്ച ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലായിരിക്കണം